പിണറായി കേൾക്കാനാണ് ഇത് പറയുന്നത്. ദയവേത് പിണറായിക്ക് എന്തെങ്കിലും ഇരട്ട ചങ്കോ 3 ചങ്കോ 4 ഇപ്പോൾ 80 വയസ്സും കൂടെ ആയി. ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോകണം. ഈ 9 വർഷത്തിനിടയിൽ 10 പേരെ സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്യണം. സിനിമയിൽ ഷക്കീല വന്നു, എന്തൊരു ആവേശമായിരുന്നു ചെറുപ്പക്കാർക്ക്. ഷക്കീല വന്നപ്പോൾ ഷക്കീലയുടെ പുറകെ ഒരു സജീന, പിന്നെന്താണ് കുറേ സ്ത്രീകൾ വന്നു. ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലുമൊക്കെ സബ്ജക്റ്റിൽ കൊണ്ട് തല വച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു നിഗമനം, വേടൻ ഉദിച്ചതുപോലെ വേടൻ എന്ത് ചെയ്യും, അസ്തമിക്കും. ഇവിടെ മധുവിനെ തൂക്കിക്കൊന്നാലോ മധു ഭക്ഷണത്തിന് വേണ്ടി മോട്ടിച്ചെന്ന് വിചാരിക്കും. എന്തിനോ ആയിക്കോട്ടെ, തല്ലിക്കൊല്ലും നമ്മളിവിടെ ആയിരിക്കും എന്തായിരിക്കും പറയണം, എറാ താ പിന്നെ കാമാകിയെ എല്ലാം ഇല്ലേ വണ്ടിയിലിട്ട് അടിച്ച്. എന്തൊക്കെയാണ് ഒരു സിറ്റിസണോട് എന്തെങ്കിലും അംഗീകാരമുണ്ടോ? അല്ല, ഇടിക്കേണ്ടവർ ഇടിക്കല്ല, വേറെ ശാസ്ത്രീയ മാർഗ്ഗങ്ങളുണ്ടെന്ന്. ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. ലോകത്തിലടുത്ത് ഇടിയെന്നുള്ളത് പറ്റുന്നില്ല. സെക്രട്ടേറിയറ്റിലെ ഒരു മനുഷ്യനെ തൊടാൻ പറ്റത്തില്ല. ഈ ഭരണവ്യവസ്ഥയിൽ ഒരാളിനെ തൊടാൻ പിണറായിക്കല്ല. ഒരു 150 വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാന്മാർ ദളിതന്മാരെ പീഡിപ്പിച്ചത് കൊണ്ട് ഇപ്പോഴുള്ള 2% വരുന്ന ബ്രാഹ്മണന്മാരെ വേദിയിൽ വെച്ച് തെറി പറഞ്ഞുകൊണ്ടല്ല ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്. നമസ്കാരം, ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. നമസ്കാരം സാർ, ഈ കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യം വന്നപ്പോൾ പറഞ്ഞു വെച്ചാൽ മുഖ്യമന്ത്രി പ്രസംഗം എൻ്റെ ശ്രദ്ധയിൽ വരാം. സെക്രട്ടേറിയറ്റിലെ ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്, ഓരോ ജീവനുണ്ട്. രണ്ടാമത് വന്നപ്പോൾ പറഞ്ഞു കേരളത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന റാപ്പർ വേടൻ, ഒരു ദളിതനായ യുവാവിനെ വേട്ടയായിരുന്നു. കേരള പോലീസും എക്സൈസും വേട്ടയായിരുന്നു. സർക്കാർ തന്നെ ഇടപെട്ട് വേടനെ പുറത്തിറക്കുന്നു. സർക്കാരിൻ്റെ എല്ലാ പരിപാടിയിലും വേടന് പ്രോഗ്രാം കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. ആ വാർത്ത കഴിഞ്ഞ ഉടനെ അടുത്ത ദളിത് സ്ത്രീ, തലസ്ഥാനത്ത് തന്നെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് സ്ത്രീ വിളിച്ചിരുത്തുന്നു. 20 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലുണ്ടെന്ന് പറയുന്നു. ഈ ദളിത് വിഭാഗത്തെ ഇത്ര വേട്ടയാടുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് അർത്ഥത്തിലാണ് ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറയുന്നത്? അല്ല, ഇതൊരു വലിയ തമാശയാണ്. നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തോ ഞാൻ രാവിലെ കുറച്ച് വായിച്ചായിരുന്നു. എനിക്കങ്ങനെ എൻ്റെ മനസ്സ് തോന്നി വായിച്ചതാണ്, വെറുതെ ഒന്ന് വായിച്ചതാണ്. എന്തുമാത്രം ദുരന്തങ്ങളാണ് നമ്മൾ ദളിതന്മാരെ പുറത്ത്, ആദിവാസികളുടെ പുറത്ത്, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ പുറത്ത് ഈ കേരള സമൂഹം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മുക്കിന് നമ്മളെ ആ ഭൂപരിഷ്കരണ നിയമം മുതൽ നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് നോക്കണം. ഭൂപരിഷ്കരണ നിയമം ഉണ്ടാക്കിയ അന്ന് മുതൽ അത് മുഴുവൻ അട്ടിമറിച്ചിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചു. ഇപ്പോൾ എന്തിനു പറയുന്ന ലൈഫ് പദ്ധതി ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ മറ്റിടത്തേക്ക് വരാം, വേടനിലേക്കൊക്കെ വരാം. ലൈഫ് പദ്ധതിയിൽ വീട് കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇറക്കിയിരിക്കുന്ന ഗൈഡ് ലൈൻ ഒന്ന് വായിച്ച് നോക്കണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണെന്നറിയാവോ? പഞ്ചായത്തിനാണ്. അതേ തദ്ദേശഭരണ സ്ഥാപനം. അപ്പോൾ കോർപ്പറേഷനിൽ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കൊടുക്കുമെങ്കിൽ ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം മാത്രമേ ആർക്കുള്ളൂ, ആ വീട്ടുകാർക്കുള്ളൂ. അതിൻ്റെ മൊത്തം അവകാശം പഞ്ചായത്തിനും കോർപ്പറേഷനും ഉള്ളതാണ്. എന്നെങ്കിലും ഇവർ താമസം മാറ്റുമെങ്കിൽ ഇവർ ഒന്നുകിൽ അനന്തരാവകാശി കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കും. ഭൂമി കൊടുക്കേണ്ടവർക്ക് ഭൂമി കൊടുക്കുന്നതിന് പകരം വീട് കെട്ടി കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ നെയ്യാറ്റിൻകരയിൽ ഒരു രാജൻ മരിച്ചുപോയൊരു കഥയുണ്ട്. 3 സെൻറ്റിൽ അടക്കാൻ പറ്റാൻ 3 സെൻറ്റിൻ്റെ ഒരു കേസിൽ അതിനെ നമ്മൾ ഒതുക്കിയത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ചെന്ന് വീട് വെച്ച് കൊടുക്കാം, ഗവൺമെൻറ് കുറച്ച് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് വസ്തുവില്ലാത്ത 10-30 ലക്ഷം ആളുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിൽ പെടുന്നതാണ് ഈ പറയുന്ന കഥകളൊക്കെ. അതൊരു വശത്ത് നടക്കുന്നു. മറുവശത്ത് നമ്മൾക്കിവിടെ ജാതി ഉണ്ട്. നമ്മൾ സത്യസന്ധമായി ലോകത്തിനോട് പറയണം. നമ്മൾക്കിവിടെ നായർ സർവീസ് സൊസൈറ്റി ഉണ്ട്, SNDP ഉണ്ട്, പുലയ മഹാസഭയുണ്ട്, പറയ മഹാസഭയുണ്ട്, വിശ്വകർമ്മ സഭയുണ്ട്. അങ്ങനെ എല്ലാ ജാതിക്കാരും, ബ്രാഹ്മണ സഭയുണ്ട്, അരയ സഭയുണ്ട്. എല്ലാ ജാതിക്കാരും എന്തുണ്ടാക്കിയിട്ടുണ്ട്? ജാതി സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പാലക്കാട് അവിടുത്തെ മറ്റേ ശ്മശാനത്തിന് നായർമാർക്ക് എന്തോ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം വരുന്നു. ഇവിടെ ജാതി അടിസ്ഥാനത്തിൽ എന്തുണ്ട്? ശ്മശാനമുണ്ട്. ഓരോ നെടുമങ്ങാട് പിന്നെ പ്രത്യേക സമുദായത്തിന് ശ്മശാനമുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് പ്രത്യേക സമുദായത്തിന് ശ്മശാനമുണ്ട്. മാവേലിക്കര ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ജാതി എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, ജാതി ഉള്ളതുപോലെ തന്നെ ജാതി വിവേചനമുണ്ട്. മനോഹരമായ രാജ്യം. ഇവിടെ മധുവിനെ തൂക്കിക്കൊന്നാലോ മധു ഭക്ഷണത്തിന് വേണ്ടി മോട്ടിച്ചെന്ന് വിചാരിക്കും. എന്തിനോ ആയിക്കോട്ടെ, തല്ലിക്കൊല്ലും ഒരു വിഷയമില്ല. മുത്തങ്ങ കേസ് എടുത്ത് നോക്കൂ, ചെങ്ങറ സമരം എടുത്ത് നോക്കൂ, നിങ്ങൾ എന്ത് വേണം എടുത്ത് നോക്കൂ. ഇതൊരു വല്ലാത്തൊരു സമൂഹമാണ് നമ്മൾ. അങ്ങനെ തന്നെ വരുന്നത്. വേടൻ്റെ കഥയുണ്ട്. വേടനെ സംബന്ധിച്ച് എനിക്ക് 2 അഭിപ്രായമുണ്ട്. വേടനിൽ ചില സമീപനങ്ങളോട് എതിർപ്പുമുണ്ട് എനിക്ക്. കാരണം ഇങ്ങനെയല്ല ഒരു സമൂഹത്തോട് സത്യം വിളിച്ച് പറയുന്നത്. അതിനകത്ത് ഒരുപാട് തെറിയും മറ്റ് ഭാഷയും ഒക്കെ ഉപയോഗിച്ച് പറയുന്ന സ്വാഭാവികമായിട്ട് ഒരു മോശം കൺസെപ്റ്റ് വരും. പക്ഷേ വേടൻ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ നമുക്ക് എടുക്കേണ്ടതുമുണ്ട്. അതുപോലെ പേരൂർക്കടയില ബിന്ദു എന്ന് പറയുന്നത് അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ ഒന്നും നോക്കാതെ വളരെ കൃത്യമാണ്. ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലായി, ആ സ്ത്രീ ദളിതയാണെങ്കിലും അവർക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടായിരുന്നെങ്കിൽ
ഒരു പൊളിറ്റിക്കൽ ലീഡർ വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണക്കാരൻ വിളിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമുദായ നേതാവ് വിളിച്ചിരുന്നെങ്കിൽ ഈ കഥ മാറുമായിരുന്നു. ഇവർക്ക് വിളിക്കാനും ആളില്ല. കോടതിയിൽ പോയാൽ ഇവരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? കോടതിയിൽ പോയാൽ നമ്മുടെ നിയമമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? കോടതിയിൽ ചെല്ലുമ്പോൾ 2 ആൾ ജാമ്യവും വസ്തു ജാമ്യം അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വേണം. ഇവർക്കിത് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ദളിതന്മാരായ ആളുകൾ കേസിൽ പെടുമ്പോൾ പെട്ടെന്ന് എവിടെ കിടക്കുന്നത്? ജയിലിലേക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ലാത്തതാണ്. ഇപ്പോൾ മോഹൻലാൽ, സുരേഷ് ഗോപി അടക്കമുള്ള ആളുകളുടെ കഴുത്തിൽ എന്തുണ്ടെന്ന് പറയുന്നു? ഈ പുലിപ്പല്ലിൻ്റെ, ഈ പുലിനഖത്തിൻ്റെ പിന്നെ മാല, ലോക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ഒരുപാട് സീരിയൽ നടന്മാരിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പരിപാടിയിൽ കാണുന്നതല്ലേ. പക്ഷേ ഇയാളിട്ടപ്പോൾ ഇയാളെ പിടിച്ച് കോട്ടയാക്കി അവസാനം വനം വകുപ്പ് മാപ്പ് പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഗഞ്ചാവിനെ സംബന്ധിച്ചും അത് തന്നെ. ഇതെന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും ദളിതന്മാരോടുള്ള നമ്മുടെ സമീപനം വേറൊരു കാഴ്ചപ്പാടാണ്. അത് മാറ്റേണ്ട കാലം കഴിഞ്ഞു. മാത്രമല്ല, അത് ദളിത് വിഷയം ഇങ്ങനെയല്ല പണ്ട് 150 വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാന്മാർ ദളിതന്മാരെ പീഡിപ്പിച്ചത് കൊണ്ട് ഇപ്പോഴുള്ള 2% വരുന്ന ബ്രാഹ്മണന്മാരെ വേദിയിൽ വെച്ച് തെറി പറഞ്ഞുകൊണ്ടല്ല ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അത് പറ്റുമോ എന്നാണ് ഇപ്പോൾ ആര് നോക്കുന്നത്? പിണറായി ഇതിനകത്ത് നോക്കിയത് എന്താണ്? വളരെ സിമ്പിളാണ്. ആദ്യം വേടനെ പിടിച്ച് അകത്തിടാൻ നോക്കി. അപ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് നോക്കി. പിന്നെ മനസ്സിലായി വേടൻ്റെ പിറകിൽ ആര് വരുന്നു? ദളിത് മുസ്ലിം സംഘടനകളൊക്കെ വേടന് വേണ്ടി എന്ത് ചെയ്ത് വരുന്നു? സപ്പോർട്ട് ചെയ്ത് വരുന്നു. അപ്പോൾ പിന്നെ ഇദ്ദേഹം ഉടനെ തന്നെ ഉൾട്ടയടിച്ച് അങ്ങ് പ്ലേറ്റ് മാറ്റി. ഇനി ദളിതന്മാരുടെ ഒരു നവോത്ഥാന നായകനായിട്ട് ആരെ ഫിറ്റ് ചെയ്യുക? വേടനെ ഫിറ്റ് ചെയ്യുക, ഞങ്ങളുണ്ടെന്ന് പറയുക പിറകിൽ. ഇത് പക്ക ഉടായിപ്പാണ്. ഞാൻ വീണ്ടും പറയുന്നു, എന്തെങ്കിലും സ്നേഹം ദളിതന്മാർക്കുണ്ടെങ്കിൽ അവർക്ക് ഭൂമി കൊടുക്കണം. ഹാരിസൺ മലയാളം എത്ര ഏക്കർ ഭൂമിയാണ് കൈയിറക്കി വെച്ചിരിക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? ടാറ്റ എസ്റ്റേറ്റ്, അങ്ങനെ ഓരോരുത്തരും നിങ്ങൾ എടുത്ത് നോക്കൂ. മലയാളം പിന്നെ ടി എസ്റ്റേറ്റ്, ഒരുപാട് എസ്റ്റേറ്റുകൾ സ്ഥലം കൈയടക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സ്ഥലമില്ല, വസ്തുവില്ല. നിങ്ങളത് കൊടുക്കണം. അവരെ വീടുകളിൽ കൊണ്ടല്ല ഇടേണ്ടത്, അവർക്ക് വസ്തു കൊടുക്കണം. അവർക്ക് അടിസ്ഥാനപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാനുള്ള രീതിയിലല്ല പോകുന്നത്. ഇത് 4-കിട രാഷ്ട്രീയമാണ്. അതിനകത്ത് വേടൻ അറിഞ്ഞോ അറിയാതെയോ ചിലർക്ക് തലവെച്ച് കൊടുത്തിട്ടുണ്ട്. വേടൻ്റെ ചില പ്രയോഗങ്ങൾ, ചില പാട്ടുകൾ, ഇപ്പോൾ ശ്രീലങ്കയിലെ LTTക്ക് വേണ്ടിയിട്ടുള്ള പാട്ട്, അതുപോലെ ഇസ്രായേലിന് വേണ്ടിയിട്ടുള്ള ചില പാട്ടുകൾ, പാലസ്തീന് വേണ്ടിയിട്ടുള്ള, ഇങ്ങനെ വേടൻ ആവശ്യമുള്ളതിലും ആവശ്യമില്ലാത്തതിലുമൊക്കെ സബ്ജക്റ്റിൽ കൊണ്ട് തല വച്ചിട്ടുണ്ട്. അത് എൻ്റെ ഒരു നിഗമനം, വേടൻ ഉദിച്ചതുപോലെ വേടൻ എന്ത് ചെയ്യും? അസ്തമിക്കും. ജാസി ഗിഫ്റ്റ് വന്നു, ഭയങ്കരമായിട്ട് ഉദിച്ചു, അസ്തമിച്ചു. സിനിമയിൽ ഷക്കീല വന്നു, എന്തൊരാവേശമായിരുന്നു ചെറുപ്പക്കാർക്ക്. ഷക്കീല വന്നപ്പോൾ ഷക്കീലയുടെ പിറകെ ഒരു സജീന, പിന്നെന്താണ്, കുറേ സ്ത്രീകൾ വന്നു. എല്ലാം തീർന്നില്ലേ? ഇതൊരാവേശമാണ്. മംഗളം തുടങ്ങി ചിരിക്കുകയാണ് ഇയാൾ. മംഗളം തുടങ്ങിയപ്പോൾ അങ്ങനെ മസാല കഥകൾ മംഗളം എഴുതി തുടങ്ങിയപ്പോൾ മലയാള മനോരമ എഴുതി തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഉടനെ കുറേ പ്രസിദ്ധീകരണങ്ങൾ ഇറങ്ങി, എല്ലാം മായാണ്. പക്ഷെ എവിടെ നിൽക്കൂല ഇത്. സമൂഹത്തിൽ ഇത് കുറച്ച് ദിവസം കൊണ്ടാടി വലിയ ആവേശത്തിൽ നിൽക്കും, അതുപോലെ ടപ്പോൻ ഇട്ട് കളയും. അതാണ് നാട്. ഇപ്പൊ ഈ ബിന്ദുവിനെ അന്വേഷിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. ചുമ്മാ കണ്ണിൽ പൊടി ഒരു കാര്യമില്ല സസ്പെൻഡ് ചെയ്തുകൊണ്ട്. ഇവിടെ ഏതെങ്കിലും, ഞാൻ ഒരു കാര്യം പറയാം, 10 ഉദ്യോഗസ്ഥരെ പിണറായി കേൾക്കാനാണ് ഇത് പറയുന്നത്. ദയവേത് പിണറായിക്ക് എന്തെങ്കിലും ഇരട്ട ചങ്കോ 3 ചങ്കോ 4, ഇപ്പോൾ 80-ആം വയസ്സും കൂടെ ആയി. ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോകണം. ഈ 9 വർഷത്തിനിടയിൽ 10 പേരെ സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്യണം. ശമ്പളം പോലും കൊടുക്കരുത്. ഇത് സസ്പെൻഷൻ്റെ കുഴപ്പം എന്താണെന്നറിയോ? പാതി ശമ്പളം കൊടുക്കാം. മാത്രമല്ല ആരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ കുഴപ്പക്കാരനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. ഈ കുഴപ്പക്കാരെ എന്ത് ചെയ്യുമെന്നറിയാം? സർവീസ് ഇരുന്ന് നല്ല പൈസ ഉണ്ടാക്കും. ഞാനും ജോലിയിലിരുന്ന ആൾ. സർവീസ് ഇരുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് കുറച്ച് സൂഹിക്കണമെങ്കിലോ അല്ലെങ്കിൽ ടൂർ പോകണമെങ്കിലോ ഒരു തെമ്മാടിത്തരം കാണിച്ചാൽ മതി. ആ തെമ്മാടിത്തരം കാണിച്ചും കുറച്ച് പൈസ കഴിഞ്ഞ് വാങ്ങിച്ചാൽ മതി. ഒരു കറപ്റ്റായ ഒരാളോ അല്ലെങ്കിൽ ഒരു സ്വഭാവ ദൂഷ്യമുള്ള ഒരാളാണല്ലോ ഈ ജോലി ചെയ്യുന്നത്. അവൻ അവിടെ ഇരുന്ന് നല്ല പൈസ ഉണ്ടാക്കും. മുതലാളിമാരെന്നൊക്കെ നല്ല പൈസ ഉണ്ടാക്കും. പ്രത്യേക പോലീസിലേക്കാകുമ്പോൾ നല്ല പൈസ ഉണ്ടാക്കും. ഈ പൈസ ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. അപ്പോൾ അയാളെ പുറത്ത് നിർത്തും, പാതി ശമ്പളം കൊടുക്കും. പിന്നെ തെളിവില്ലാതെ അതുപോലെ തിരിച്ചു വരുമ്പോൾ എന്ത് കുറേ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനേക്കാൾ വലിയ പ്രൊമോഷൻ വാങ്ങിച്ചെടുക്കും. കാരണം ഇയാൾക്കറിയാം ഈ സമൂഹത്തിൻ്റെ എല്ലാ അഴുക്കുകളെയും പിടിച്ച് നിൽക്കുന്നത് എങ്ങനെയെന്ന് ഈ വേല കാണിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഡിസ്മിസ് ചെയ്യുമോ? അപ്പോൾ തന്നെ ജോലി. പിന്നെ അയാൾ പോയി തെളിയിച്ചിട്ട് വരട്ടെ. അയാൾ പോയി തെളിയിച്ച് അയാൾ നിരപരാധിയാണ്. അപ്പം ചോദിക്കാം, അപ്പോൾ അപരാധികൾ ചെയ്യാത്തവർ ശരി, അവരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് കളഞ്ഞിട്ട് അവർ പോയി തെളിയിക്കട്ടെ. പുറത്ത് നിന്ന് തെളിയിച്ചിട്ട് അവർ നിരപരാധിയാണെങ്കിൽ നമുക്ക് എല്ലാ ആനുകൂല്യം കൊടുത്ത് എന്ത് ചെയ്യാം? തിരിച്ചെടുക്കാം. ഇതത് സംഭവിക്കത്തില്ല. സസ്പെൻഡ് മാത്രമേ ചെയ്യുള്ളൂ. അതെല്ലാ ഉദ്യോഗസ്ഥനും അറിയാം. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും? അവർക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഏത് സ്റ്റേഷനിലായാലും ഇപ്പോഴും ബ്രിട്ടീഷുകാരൻ്റെ കാലത്തേക്കാൾ മോശമായി തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ജനമൈത്രി പോലീസ് എന്ന് പറയും, നമ്മൾ ജനജാഗ്രതാ സമിതി ഉണ്ടെന്ന് പറയും, സ്ത്രീകളുടെ സമിതി ഉണ്ടെന്ന് പറയും, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ഭരണഘടനയുണ്ട്, നമുക്ക് അംബേദ്കറുണ്ട്, നമുക്കെല്ലാം ഉണ്ട്.
പക്ഷേ നമ്മുടെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ ഭാഗം ഞാൻ ദുബായി പോയിരുന്നു ഫാമിലിയായിട്ട്. ദുബായി പോയപ്പോൾ ഞങ്ങളെ കാറ് കൊണ്ടുപോയ ടൂറിസ്റ്റ് കൊണ്ടുപോയ കാറുകാരൻ ഒരു സ്റ്റെപ്പ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്തപ്പോൾ വണ്ടി ഒരു മില്ലിമീറ്റർ എവിടെ കയറി ട്രാഫിക്കിൻ്റെ ലൈറ്റിലോട്ട് മറ്റേ ലൈനിലോട്ട് കയറി. അപ്പോൾ അലാറം കേൾക്കുന്നു, ഉടൻ തന്നെ ഒരു പോലീസുകാരൻ വരുന്നു, അയാളെ തട്ടുന്നു, ഡ്രൈവറെ തട്ടുന്നു, ഞങ്ങൾ അവിടുത്തെ ഗ്ലാസ് തട്ടുന്നു, ഞങ്ങൾ രണ്ടുപേരും ഗ്ലാസ് താഴ്ക്കുന്നു, എക്സ്ക്യൂസ് മീ നിങ്ങൾ ബാക്കിലോട്ട് എടുക്കാൻ പറയുന്നു, ബാക്കിലോട്ട് എടുത്തു, താങ്ക് യു ഓക്കെ എന്ന് പറഞ്ഞ് പോകുന്നു. നമ്മളിവിടെ ആയിരിക്കും എന്തായിരിക്കും പറയണം, എടാ താ പിന്നെ കാമാകിയെ എല്ലാം ഇല്ലേ വണ്ടിയിലിട്ട് അടിച്ച്. എന്തൊക്കെയാണ് ഒരു സിറ്റിസണോട് എന്തെങ്കിലും അംഗീകാരമുണ്ടോ? മറ്റൊരാളിനെ അംഗീകരിക്കുമോ? ഒരു വല്ലാത്ത നാടാണിത്. ഇത് ആരോടെ പറയാം? ഇതിലെന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു ഇരട്ടച്ചങ്കൻ വന്നപ്പോൾ. അയാൾ ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞെന്താണ്, ഓരോ ഫയലിലും ജീവനുണ്ട്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മറച്ചിട്ടേ പോകുള്ളൂ കേരളം. അപ്പോൾ ആദ്യത്തെ 5 വർഷം കിട്ടിയില്ല. പുള്ളിക്കാരന് കോവിഡ് വന്നു, പുള്ളിക്കാരനല്ല നാട്ടിൽ കോവിഡ് വന്നു, പ്രളയം വന്നു, സമയം വീണ്ടും 4 വർഷം കിട്ടി. ഇപ്പോൾ പറയുന്നത് എന്താണ്? ഇന്നലെ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയായി. ഇന്നൊരു പത്രത്തിൻ്റെ വലിയ ടൈറ്റിലാണ് എല്ലാം ശരിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഭരണം വേണ്ടല്ലോ, എല്ലാം ശരിയായില്ലേ? പറ്റുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഒരു മനുഷ്യനെ തൊടാൻ പറ്റത്തില്ല. ഈ ഭരണവ്യവസ്ഥയിൽ ഒരാളിനെ തൊടാൻ പിണറായിക്കല്ല ഒരു ദൈവം തമ്പുരാൻ വിചാരിച്ചാലും പറ്റത്തില്ല. സെക്രട്ടേറിയറ്റിൽ ഓണത്തിന് എന്ത് ചെയ്യരുതെന്ന് പിണറായി പറഞ്ഞു, തിരുവോണത്തിന് അത്തപ്പൂക്കൾ ഇടരുതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ പിണറായിയുടെ മന്ത്രിസഭയിലുള്ള ജലീലിനെ കൊണ്ട് അത്തപ്പൂക്കൾ എന്ത് ചെയ്യിച്ചു? ഉദ്ഘാടനം ചെയ്യിച്ചു. എവിടെ? സെക്രട്ടേറിയറ്റിനകത്ത് ചെയ്യിച്ചു. അത്ര ഒരു മഹത്തായ സ്ഥലമാണ് നമ്മുടെ. ഞാൻ സെക്രട്ടേറിയറ്റിനെ മാത്രം പറയുന്നില്ല, നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പോലീസ് സംവിധാനമൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്തേക്കാൾ മോശമായ ഇടിയൻ വണ്ടിയും ഇടിയൻ പോലീസൊക്കെ തന്നെയാണ് ഇപ്പോഴും. കുറച്ച് പേരേ ഉള്ളൂ, എല്ലാവരും ഇല്ല, പക്ഷേ ആ കുറച്ച് പേര് ഉണ്ട് ഇതിനകത്ത് സിസ്റ്റത്തിനകത്ത്. അതാ ഞാൻ കുറച്ച് പേരെന്ന് പറഞ്ഞു. അല്ല, ഇടിക്കേണ്ടവർ ഇടിക്കേണ്ട വേറെ ശാസ്ത്രീയ മാർഗ്ഗങ്ങളുണ്ടെന്ന്. ഇടിക്കേണ്ടവർ ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ പറയരുത്. ലോകത്തെല്ലായിടത്ത് ഇടിയെന്നുള്ളത് ഒരാളിനെ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ തത്ത പറയുമ്പോൾ അയാളെ കൊണ്ട് കാര്യം പറയിക്കാനുള്ള വളരെ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ടെന്ന്. ഈ നുണ പരിശോധനയൊക്കെ എന്ന് പറയുന്നത് എന്താ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? എന്തെല്ലാം സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ട്, സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട്. ഇത് ഇടി മാത്രം കൊടുക്കുക. ഇതിപ്പോൾ ഇടി പോട്ടെ, ഇത് പണമുള്ളവരെ നിങ്ങൾ ഇടിക്കില്ലല്ലോ. നിങ്ങൾ ഈ സമ്പത്തുള്ള നിങ്ങൾക്ക് ആകപ്പാടങ്ങൾ നോക്കുന്നതാണ്. വരുന്ന ആളിൻ്റെ ഡ്രസ്സ് നോക്കും, അവൻ നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കുന്നുണ്ടോ, അവൻ്റെ മാല ഇട്ടിട്ടുണ്ടോ, പിന്നെ ഉരുപ്പടി ഉണ്ടോ, അവൻ വലിയ കാറിലാണോ വന്നതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമാണ്. എങ്കിൽ നിങ്ങൾ സാറേ എന്ന് പറഞ്ഞ് തുറന്നു കൊടുക്കും. പക്ഷേ ദളിതനാണ്, പാവപ്പെട്ടവനാണ്, കഷ്ടപ്പാടില്ല, അവനെ ചോദിക്കാനുമില്ല, അടുത്ത നിമിഷം ഫോൺ വന്നുമില്ല. പോലീസിനറിയാതെ ഫോൺ വന്നില്ലെങ്കിൽ എന്തെങ്കിലും കൈകാര്യം ചെയ്യണമെന്ന്. അല്ല, ഉയർന്ന ജാതിക്കാരിയാണെങ്കിൽ അവർക്ക് വലിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. അവരെ കാണുമ്പോൾ തന്നെ അറിയാം, കുറേ പട്ടമൊക്കെ കൊടുത്ത് നല്ല സംവിധാനത്തിൽ വരണം. ഇത് ഏതോ സമ്പന്ന കുടുംബത്തിൽ ആദ്യത്തുള്ള കൊലസ്ത്രീയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. ഇതിപ്പോൾ അല്ല അങ്ങോട്ട് മാറി ഇരിയെന്ന് പറയും, ഇരിക്കാൻ പറയും. കുറച്ച് വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ വെള്ളം കുടിക്കാൻ പറഞ്ഞു. നമ്മളെ വീട്ടിലുള്ളവരടുത്ത് നമ്മൾ പറയൂ, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയല്ലേ അവർ ദളിതോ അവർ എന്തോ ആയിക്കോട്ടെ, അവർ സ്ത്രീയല്ലേ, അവർ കുറച്ച് വെള്ളം കൊണ്ട് കൊടുറാന്ന് തൊട്ടടുത്തുള്ള പോലീസുകാരന്മാരോട് പറയണ്ടേ? അതെന്തൊരു സാമാന്യ മര്യാദയാണ്. അപ്പോൾ ഇതൊന്നും ഇല്ല. നമ്മൾ ഇതിനെന്താ പറയുക? ഇതിനെ ന്യായീകരിക്കും. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയും. 100 കണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതുപോലെ. ഈ താഴ്ന്ന ജാതിക്കാരുടെ ഈ ഗോവിന്ദൻ ചാമിയെ പോലുള്ളവർ ഇപ്പോഴും സുരക്ഷിതമാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഗോവിന്ദസ്വാമി സുരക്ഷിതമായിട്ട് നിൽക്കുന്ന പോട്ടെ. ഇതിന് മുമ്പ് നടന്ന കേസുകൾ നിങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കൂ. ദളിതന്മാരെ ഇപ്പം മധുവിനെ കൊന്ന കേസ് വരെ എടുക്കും. നിങ്ങൾ ഈ നമ്മുടെ സിസ്റ്റത്തെയാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന പിന്നെ അവിടെ പിണറായിൽ ജനിച്ച ഒരു പിണറായി വിജയനെ അല്ല നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ സുഭാഷ് ചന്ദ്രബോസും പിണറായി വിജയനും തമ്മിൽ വല്ല വസ്തു തർക്കമുണ്ടോ? ഒന്നുമില്ല. നമ്മൾ മുഖ്യമന്ത്രിയോടാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ ഇവിടെ നടന്നിട്ടുള്ള കേസുകളുടെ പരമ്പര നിങ്ങൾ എടുത്തു നോക്കും. ഗോവിന്ദച്ചാമി ആവട്ടെ, ഏത് കേസ് എടുത്തോളൂ, മധുവിൻ്റെ കേസാവട്ടെ, ഏത് കേസ് എടുത്തോളൂ, ഒന്നുകിൽ അവൻ പോലീസിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ അവൻ കോടതിയിൽ നിന്ന് രക്ഷപ്പെടും. കോടതി രക്ഷപ്പെടുന്നതെങ്കിൽ അതിൻ്റെ 1-ാം പ്രതി ആരാണ്? സർക്കാരാണ്. വയ്ക്കുന്ന വക്കീൽ, വയ്ക്കുന്ന പ്രോസിക്യൂഷൻ, എടുക്കുന്ന തെളിവുകൾ, നല്ലൊരു FIR ഇട്ട് കഴിഞ്ഞാൽ ഏത് കോടതിയിൽ പോയാലും ആർക്കും എത്ര പണം ഉണ്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ നല്ല FIR ഇടത്തില്ല. സകലത് മാനിപ്പുലേഷനാണ്. അപ്പോൾ ഇത് ദളിത് വിഭാഗത്തിനാകുമ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലുണ്ടല്ലോ. പിന്നെ നമ്മളൊരു കാര്യം പറയാം, നമുക്ക് പലപ്പോഴും കുറച്ച് വിഭാഗം ആളുകളെ ഒഴിച്ച് മറ്റുള്ളവരെ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ. മുസ്ലിം പേരാണെങ്കിൽ മുസ്ലിം പേര് കേട്ടാൽ പേരറിയാമല്ലോ. അതുപോലെ ആളുകൾക്ക് പേര് കൊണ്ടും വസ്ത്രം കൊണ്ടും നിറം കൊണ്ടും ഒക്കെ മനസ്സിലാക്കും. കോളനിയിൽ നിന്ന് വരികയാണെങ്കിൽ അത് പിന്നോക്കമായിരിക്കും, ഇതായിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലോ ഈ അഭ്യാസമാണ് നടക്കുന്നത്. ഇത് പരമ്പരാഗതമായി തുടരുന്നത് മാത്രമല്ല, എൻ്റെ നിരീക്ഷണം, എന്നെപ്പോലുള്ളവരുടെ നിരീക്ഷണം, ഇത് അവസാനിക്കുന്നില്ല മാത്രമല്ല, ഇതിനൊരു പരമ്പര പോലെ ഇങ്ങനെ വരികയാണ്. പഴയ കാലത്തേ തുടങ്ങിയതാണ്, പണ്ട് കാലത്തേ തുടങ്ങിയതാണ്. ഇപ്പോഴത് അഭംഗുരം നമ്മൾ കൊണ്ടുപോകുന്നു. യാതൊരു മാറ്റവുമില്ല, ഒരു സംവിധാനം നടക്കുന്നില്ല. വേണമെങ്കിൽ പിന്നെ അത് പോട്ടെ, അത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയത് കാരണം മുഖ്യമന്ത്രി ഓഫീസിൽ കൊണ്ടൊരു പരാതി കൊടുത്തല്ലോ. ആ പരാതി എന്താ ചെയ്തത്?
വാങ്ങി വെച്ചതല്ലാതെ ഒന്ന് വായിച്ച് നോക്കണ്ടേ? എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി പൊക്കോളാൻ പറഞ്ഞു. കോടതി പോകാനാണെങ്കിൽ ഇവിടെ പോകേണ്ട കാര്യമുണ്ടോ? ഞാൻ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നില്ല, പണ്ടൊരു മുഖ്യമന്ത്രിയോട് ഒരു പരിപാടി, ഇതുപോലൊരു പരിപാടിയിൽ ഒരു ഉമ്മ മലപ്പുറത്തുനിന്ന് ഒരു കത്തയച്ചപ്പോൾ എല്ലായിടത്തും പോയി പരാജയപ്പെട്ടപ്പോഴാണ് മുഖ്യമന്ത്രി കത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും പറഞ്ഞു എൻ്റെ ആഫീസിലേക്ക് ഒരു പരാതി കൊടുക്കുക. ആ സ്ത്രീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അന്ന് എല്ലാ ചാനലിലും സോഷ്യൽ മീഡിയയിൽ എനിക്ക് പൊങ്കാല ഇട്ട് പോയാൽ ആരും ചോദിച്ചു ഇയാൾക്ക് പൊട്ടനാണോ ഇയാൾ? മറ്റുള്ളവരോടത്ത് പറഞ്ഞ് നടക്കാത്തതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ട് ഞാൻ പരാതി കൊടുക്കുന്നത്. നടന്നെങ്കിൽ പിന്നെ ഞാൻ കൊണ്ട് കൊടുക്കില്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, നേരിട്ട് ആദ്യം ഇദ്ദേഹത്തിൻ്റെ അല്ല കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വ്യവസ്ഥ ഇരിക്കും. നമ്മൾ ഒരു പഴയ ഒരു ബ്രിട്ടീഷ് കൊളോണിയൽ സിസ്റ്റത്തിൽ ഈ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടല്ലോ, ഈ കൊടുക്കുന്നവരും വാങ്ങുന്നവരും സമ്പ്രദായത്തിൽ നമ്മൾ പോകുന്നത്. അപ്പോൾ വാങ്ങുന്നവരിൽ സമ്പന്നൻ വാങ്ങിയാൽ മതി, ദരിദ്രനും ദളിതന്മാരും ഒന്നും അങ്ങനെ വാങ്ങണ്ട, അല്ലെങ്കിൽ അവരൊക്കെ ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്നുള്ളൊരു വ്യവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളിവിടെ ഉണ്ട്.